കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച അനീഷ് കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ കണ്ണൂർ പയ്യാമ്പലം ശ്മശാനത്തിൽ തുടങ്ങി. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സജോ, എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? വേണു, കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ കണ്ണൂർ പയ്യാമ്പലം ശ്മശാനത്തിൽ പുരോഗമിക്കുകയാണ്. കാൽനൂറ്റാണ്ടുകാലം പ്രവാസ ജീവിതം നയിച്ച ആളാണ് അനീഷ് കുമാർ. ഏറ്റവും ഒടുവിലാണ് അദ്ദേഹത്തെ ഈ ദുരന്തം തേടിയെത്തിയത്. 11 വർഷമായി കുവൈറ്റിൽ മാത്രം ജോലി ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് മാത്രമാണ് ഈ തീപിടുത്തം ഉണ്ടായ കെട്ടിടത്തിലേക്ക് അദ്ദേഹം താമസം മാറ്റിയത്. ഇത്തവണ കൂടിയും തിരികെ വരുമ്പോൾ പ്രവാസ ജീവിതം അവസാനിപ്പിക്കാം, നാട്ടിൽ സെറ്റിലാകാം എന്ന ആഗ്രഹം അദ്ദേഹം സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പാതി വഴിക്ക് ഉപേക്ഷിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ണൂരിൽ എത്തിച്ചത്. KG ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം കുറുവ ടൗണിലും പിന്നീട് വീട്ടിലും പൊതുദർശനത്തിനും പ്രിയപ്പെട്ടവർക്കെല്ലാം അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയിരുന്നു. അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് പയ്യാമ്പലം ശ്മശാനത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ആദർശ് ചിതയ്ക്ക് തീ കൊളുത്തും. ആ ചടങ്ങുകൾ പയ്യാമ്പലം ശ്മശാനത്തിൽ പുരോഗമിക്കുകയാണ്. ഒരുപാട് പേരുടെ ആശ്രയം, പ്രതീക്ഷാ സ്വപ്നങ്ങളൊക്കെയാണ് ഈ ദുരന്തത്തോടൊപ്പം പൊലിഞ്ഞുപോയതെന്ന ഹൃദയഭേദകമായ സാഹചര്യം കൂടിയുണ്ട്. ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുകയുമാണ്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.